അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ പറഞ്ഞല്ലോ, ഹിജ്റ എന്നത് വല്ലാത്ത മാനസികമായ, ശാരീരികമായ, സാമൂഹികമായ, സാമ്പത്തികമായ വേദനയുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു എന്ന്. പച്ചയായ മനുഷ്യൻ്റെ ജീവിതത്തെയാണ് ഹിജ്റയിൽ വെട്ടിമുറിക്കുന്നത്. അത് മറ്റൊന്നിനും വേണ്ടിയല്ല, മറ്റൊന്നും ആഗ്രഹിച്ചല്ല, മറ്റൊന്നും പ്രതീക്ഷിച്ചല്ല. അള്ളാഹുവിൻ്റെ ദീൻ, ആ ദീനിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് തന്നെ ജീവിക്കുവാനും അങ്ങനെ തന്നെ മരിക്കുവാനുമുള്ള ഉത്കടമായ അതിയായ ആഗ്രഹം കൊണ്ട് മാത്രം. അതുകൊണ്ട് തന്നെ അത് എളുപ്പമുള്ളൊരു യാത്രയായിരുന്നില്ല. ഒരുപാട് വേദനകൾ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു. അബൂ സലമ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബത്തിൻ്റെ ദുരവസ്ഥയെക്കുറിച്ച്. അങ്ങനെ ഒരുപാടുണ്ട് നമുക്ക് പറയാൻ. എല്ലാം കൂടി പറയാൻ നമുക്ക് സമയമുണ്ടാവില്ല. പക്ഷേ എങ്കിലും ഇതൊരു വലിയ സന്ദേശമാണ്. ഹിജ്റ എന്ന് പറയുന്നത് വലിയ ത്യാഗമാണ് എന്ന സന്ദേശം. ആ സന്ദേശം പകരാൻ വേണ്ടി ഏതാനും ചില ഉദാഹരണങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടതുണ്ട്. സുഹൈബുർ റൂമി റളിയല്ലാഹു അൻഹുവിനെ ഉദാഹരിക്കാം. സുഹൈബുർ റൂമി പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അദ്ദേഹം റോമുകാരനായിരുന്നു. റോമിൽ നിന്ന് വന്നയാൾ എന്നായിരുന്നു അദ്ദേഹത്തെ മക്കായിൽ എല്ലാവരും വിളിച്ചിരുന്നത്. സത്യത്തിൽ അദ്ദേഹം റോമുകാരനായിരുന്നില്ല. അദ്ദേഹം ഇറാഖിലെ നീനുവ പ്രദേശത്ത് ജനിച്ച ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവോ അദ്ദേഹത്തിൻ്റെ പിതൃവ്യനോ ഒക്കെ അവിടെയുള്ള പേർഷ്യൻ രാജാവിൻ്റെ കൊട്ടാരത്തിലെ ഏതോ ജോലിക്കാരോ ഉത്തരവാദപ്പെട്ടവരോ ഒക്കെ ആയിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ ജീവിച്ചു പോകുന്നതിനിടെ പേർഷ്യയെ റോമാ സാമ്രാജ്യം ആക്രമിച്ചു. റോം വിജയിക്കുകയും ചെയ്തു. അതോടുകൂടെ റോമുകാർ കണ്ടതെല്ലാം കൊള്ളയടിച്ചു. മനുഷ്യനെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന അടിമത്ത സമ്പ്രദായം നിലനിൽക്കുന്ന കാലമായതുകൊണ്ട് അവർ സുഹൈബ് എന്ന കുട്ടിയെയും കൊണ്ടുപോയി. കുട്ടിത്തത്തിൽ നിന്ന് കടക്കുന്ന സമയത്തെല്ലാം സുഹൈബ് റോമിലായിരുന്നു എന്നാണ് ചരിത്രം. പിന്നെ അടിമയാണ്. അതുകൊണ്ട് തന്നെ അറബിയായ ഒരാൾക്ക്, ഒരു ബനു കൽബ് വംശജനായ ഒരാൾക്ക് എന്ന് ചരിത്രങ്ങൾ പറയുന്നുണ്ട്. സുഹൈബ് വിൽക്കപ്പെട്ടു. അങ്ങനെയാണ് സുഹൈബ് അറേബ്യയിലേക്ക് തിരിച്ചെത്തുന്നത്. നേരെ വന്ന് ബനു കൽബ് കുടുംബക്കാരൻ മക്കായിലെ അടിമച്ചന്തയിൽ സുഹൈബിനെ വിറ്റു. സുഹൈബിനെ വാങ്ങിയത് മക്കയിലെ ഏറ്റവും മാന്യനായ ഒരാളായിരുന്ന അബ്ദുള്ള ബിൻ ജദ്ആൻ ആയിരുന്നു. അദ്ദേഹം ബനു തൈം കുടുംബക്കാരനാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെയൊക്കെ കുടുംബമാണ്. അദ്ദേഹം വളരെ മാന്യനായിരുന്നു. ജാഹിലിയത്തിൽ ചരിത്രത്തിൻ്റെ അധ്യായങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മളെപ്പോഴും കാണുന്ന കേൾക്കുന്ന ഒരു മുഖമാണ് അബ്ദുള്ള ബിൻ ജദ്ആൻ. അബ്ദുല്ലാഹിബിൻ ജദ്ആൻ ഒരു നല്ല മനസ്ഥിതിക്കാരനായതുകൊണ്ട് മിടുക്കനായ ഈ കുട്ടിയോട്, കുട്ടിയല്ല അപ്പോഴേക്കും ഏതാണ്ട് യൗവനം, കൗമാരം കടന്ന് യൗവനത്തിലേക്ക് കാലുത്തിയിരുന്നു. അവനോട് പറഞ്ഞു, നീ എൻ്റെ വീട്ടിൽ ഇങ്ങനെ അടിമയായി നിൽക്കുന്നതിൽ അർത്ഥമില്ല. നിൻ്റെ മുമ്പിൽ നിൻ്റെ ഒരു ജീവിതം ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് നിന്നെ ഞാൻ തുറന്നു വിടുകയാണ്, മോചിപ്പിക്കുകയാണ്. അങ്ങനെയാണ് അദ്ദേഹം മോചിതനായത്. മോചിതനായതോടുകൂടെ അദ്ദേഹം പിന്നെ വാങ്ങാനും വിൽക്കാനും, മക്കായിലെ ഒരു പ്രധാനപ്പെട്ട തൊഴിൽ മേഖല അല്ലെങ്കിൽ വരുമാന മാർഗം, ജീവിത സന്ധാന മാർഗം കച്ചവടം തന്നെയായിരുന്നു എക്കാലവും. അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ അനുഗ്രഹീതനായ ഒരു കച്ചവടക്കാരനായി മാറി. അദ്ദേഹം സമ്പന്നനായി മാറി. വാങ്ങിയും വിറ്റും അങ്ങനെ ജീവിക്കുന്നതിനിടയിൽ സുഹൈബിൻ്റെ മനസ്സ് അള്ളാഹുവിൻ്റെ റസൂലിനോടും ബന്ധപ്പെട്ടു. അന്ന് നബി ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ
നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം, ശീലം, സമീപനം അതെല്ലാം സുഹൈബിന് വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ സുഹൈബ് ഒഴിവ് കിട്ടുമ്പോഴൊക്കെ മഹാനായ നബിയെ കാണുമായിരുന്നു, ഒപ്പമിരുന്ന് വർത്തമാനം പറയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ അന്ത്യപ്രവാചകനായി വിളംബരം ചെയ്യപ്പെട്ടപ്പോൾ സുഹൈബുർ റൂമി അദ്ദേഹം ആദ്യം തന്നെ മഹാനായ പ്രവാചകൻ എന്ന കുടക്കീഴിൽ കയറി നിന്ന ഒരു സത്യസന്ധനായ സ്വഹാബിയായി മാറി. ചരിത്രങ്ങളെല്ലാം പറയുന്നുണ്ട്, ആദ്യമായി ഇസ്ലാമിൽ എത്തിച്ചേർന്ന മക്കായിലെ പുരുഷാരത്തെക്കുറിച്ച്. ആ പറയുന്ന ചരിത്രങ്ങളിലൊക്കെ തന്നെയും സുഹൈബുർ റൂമി എന്ന ഈ മഹാനായ സ്വഹാബി വര്യൻ്റെ പേരുണ്ട്. അദ്ദേഹവും ഹിജ്റ പോകാൻ ഒരുങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ സമ്പാദ്യങ്ങളെല്ലാം വാരിക്കെട്ടി വാഹനപ്പുറത്ത് കയറി സുഹൈബുർ റൂമി മദീന മുനവ്വറയിലേക്ക് പുറപ്പെടുകയായിരുന്നു. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് ഒരാളല്ല, രണ്ടു പേരല്ല, ഒരു വലിയ ജനൽക്കൂട്ടം സുഹൈബിൻ്റെ മുമ്പിലേക്ക് വന്നു. അദ്ദേഹം തന്നെ തരിച്ചു നിന്നുപോയി. ആരൊക്കെയാണ് വന്നിരിക്കുന്നതെന്നറിയാമോ? പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.